നമുക്കൊപ്പം തത്സമയം അതിഥിയായി ശ്രീ ജോർജ് ജോസഫ് റിട്ടയർഡ് SP ഉണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേൾക്കുന്നതാണ് ഈ സ്വർണം കടത്ത് സംഘം, സ്വർണം പൊട്ടിക്കൽ സംഘം. ഇതെങ്ങനെയാണ് ഇവരൊക്കെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചു പോകുന്നത്? ഒരു തടസ്സവുമില്ലാതെ ഇവർക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുന്നത്? വിമാനത്താവളങ്ങൾ വഴി ഇവർ സ്വർണം കടത്തിക്കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ PV അൻവറിൻ്റെയൊക്കെ ഗുരുതരമായ ആരോപണം വന്നത്. ഇത് പോലീസ് പിടികൂടുകയാണ്, പോലീസ് അതിൽ നിന്ന് സ്വർണം മുക്കുന്നുണ്ട്, ആ തരത്തിലേക്ക് ധനികരായി മാറിയ ഉദ്യോഗസ്ഥരുണ്ട്, അത് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇത് നടക്കുന്നുണ്ട് എന്നുള്ളത്. മറുചോദ്യം മുഖ്യമന്ത്രി ഉന്നയിക്കുമ്പോൾ അതെങ്ങനെയാണ് കസ്റ്റംസ് അറിയാതെ ഇത് പുറത്തേക്ക് വരുന്നത്? എങ്ങനെയാണ്? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇതിലൊരു ഉദ്യോഗസ്ഥരുമായുള്ള ഈ കടത്ത് സംഘങ്ങളുടെ നെക്സസ് എന്നുള്ളത് നമ്മൾ സംശയിച്ചാൽ അതിൽ തെറ്റ് പറയാൻ കഴിയുമോ? കഴിയില്ല. കാരണം കസ്റ്റംസിലെ ഈ തിരുവനന്തപുരം എയർപോർട്ടിലെ 2 ഇൻസ്പെക്ടർമാരെ കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്വർണം കടത്തിന് കൂട്ടുനിന്ന്. പിന്നെ അവരൊരു കസ്റ്റംസ് സൂപ്രണ്ടിനെ അറസ്റ്റ് ചെയ്തു, എനിക്ക് തോന്നുന്നു മുനിയപ്പ എന്നെങ്ങാണ്ടായുള്ള പേര്, അത് നെടുമ്പാശ്ശേരി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു സഹായം ഇല്ലാതെ ഈ സ്വർണം കൊണ്ടുവരാൻ കഴിയില്ല. ഉദ്യോഗസ്ഥർ കുറച്ച് പേരുടെ സഹായം ഉണ്ടാവും. അതോടെ സമയത്ത് ഒരു ദിവസം ഒരു ഫ്ലൈറ്റിൽ ചിലപ്പം 10-20 പേരെ കയറ്റി വിടും. അതിനകത്ത് 2, 3, 4 പേരെ ആയിരിക്കും പിടിക്കുന്നത്. ബാക്കി സ്വർണം വെളിയിലോട്ട് വരികയും ചെയ്യും. അങ്ങനെ വരുന്നത് അറിയാതെ വരുന്നതാകുന്നതിനുള്ള സാധ്യത എങ്ങനെയാണ് ശ്രീ ജോർജ് ജോസഫ്? കാരണം കസ്റ്റംസിന്റെ സ്കാനറിലൂടെ ഇത് അറിയാതെ ഇത് കടന്നു പോകും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അവർ മുഴുവൻ ആൾക്കാരും അതിനകത്ത് ഇൻവോൾവ് എന്ന് പറയാനൊക്കില്ല. അത് ഓരോ ദിവസം ഓരോരുത്തർക്കും ഓരോ റൂട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ ടേബിളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആ ഡ്യൂട്ടി അനുസരിച്ചാണ് ഇത് കടത്തുന്നത്. ആ ദിവസങ്ങളിലായിരിക്കും കൂടുതൽ പേര് കൊണ്ടുവരുന്നത്. 2, 3, 4 പേരെ പിടിക്കാൻ സാധിക്കുള്ളൂ, ബാക്കിയുള്ളവർ കടന്നു പോകും. അവർക്ക് ഓപ്പണായിട്ട് ചെക്കിംഗ് ഇല്ലാതെ തന്നെയും കടന്നു പോകുന്നവരുണ്ട്. അങ്ങനെ വെളിയിൽ വരുന്നവരെ കസ്റ്റംസിൻ്റെ സ്ക്വാഡുകാർ പിടിക്കും. അങ്ങനെയാണ് പൊട്ടിക്കലിൻ്റെ ഒരു ശൃംഖല വരുന്നത്. നേരത്തെ കേരളത്തിൽ ഞങ്ങളൊക്കെയുള്ള സമയത്ത് എയർപോർട്ട് വഴി അല്ലല്ലോ അന്ന് കൊണ്ടുവരുന്നത്. അന്ന് ജാക്കറ്റിനകത്ത് സ്വർണം ഈ ബിസ്ക്കറ്റ് നിറച്ച് പുറംകടൽ കോൺട്രാക്റ്റായിരുന്നു. അത് ബോംബെയിലെ അതുപോലകത്ത് അവരാണ് നടത്തിക്കുക. അന്ന് കേരളത്തിൻ്റെ തീരങ്ങളിൽ സ്വർണം വലിച്ച് എറിഞ്ഞിട്ട് ഈ ജാക്കറ്റ് എറിഞ്ഞിട്ട് അവർ പോകും. അത് പല കോൺട്രാക്റ്റ് എടുത്തിട്ട് ബോംബെക്ക് പോകും. പക്ഷേ ബോംബെയും കേരളവും അതുപോലെ ഗോവയും കർണാടകയും ഈ ഒരു ബെൽറ്റ്, ചെന്നൈ ഉൾപ്പെടെ ബെൽറ്റിൽ സ്വർണം ധാരാളം ഫ്ലൈറ്റ് വഴി വരുന്നുണ്ട്. കാരണം മറ്റേത് കോമ്പൻസേറ്റ് ചെയ്തിട്ട് നേരത്തെ പുറംകടലായിരുന്നു, ഇപ്പോൾ അത് നിന്നുപോയി. ഇപ്പം വരുന്നുണ്ടാകാം, പക്ഷേ ഇപ്പം പിടിക്കുന്നില്ല. കസ്റ്റംസോ DRI ഒന്നും അത് പിടിക്കുന്നില്ല. ഇപ്പോൾ എയർപോർട്ടിൽ കൂടെ വരുന്നത് മാത്രമാണ് നമ്മൾ പിടിക്കുന്നത്. നമുക്കിവിടെ സ്വർണത്തിൻ്റെ ഒരു വളരെ ആവശ്യം കേരളത്തിലുണ്ട്. കാരണം നേരത്തെ ബോംബെയിൽ അവിടെ സ്വർണ്ണാഭരണങ്ങൾ പണിതിട്ട് കേരളത്തിൽ കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള മിഷൻസ് എല്ലാം കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു 1000 എണ്ണം കാണും. അപ്പം സ്വർണ്ണം ഇവിടെ ആവശ്യമുണ്ട്. ആ സ്വർണം ഇവിടെ വന്നേ പറ്റുള്ളൂ. കാരണം മലയാളികൾ പലരും ഇപ്പോൾ സ്വർണ്ണമാണ് സൂക്ഷിക്കുന്നത്. അവരൊന്നും ബാങ്കിലൊന്നും പണം കൊണ്ട് അടയ്ക്കാറില്ല, സ്വർണ്ണമായിട്ട് തന്നെ സൂക്ഷിക്കുകയാണ്. അപ്പോൾ വലിയ ഡിമാൻഡാണ് കേരളത്തിൽ. അപ്പോൾ ഈ സ്വർണം കിട്ടിയേ പറ്റുള്ളൂ. അപ്പം ആ സമയത്ത് ദുബായിലും മറ്റിടത്തും യഥേഷ്ടം സ്വർണം കയറ്റി വിടുകയാണ്. വിടുന്നതിൻ്റെ ഒരു 20% അല്ലെങ്കിൽ 10% പിടിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവർ ഇറങ്ങിപ്പോകുമ്പോഴാണ് ഈ പൊട്ടിക്കൽ സംഘങ്ങളും അവർ പൊട്ടിച്ചെടുക്കുന്നവരിൽ നിന്ന് വീണ്ടും പൊട്ടിക്കുന്ന സംഘങ്ങളും അതൊക്കെ ഒരേ സംഘങ്ങൾ തന്നെയാകും. ആ വരുന്ന സ്വർണ്ണങ്ങളെല്ലാം ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കൊടുവള്ളിയിലും അതുപോലെ തന്നെ ചെർപ്പുളശ്ശേരിയിലും ആണ്. അവിടെയാണ് ഇത് മൊത്തമായിട്ട് ഇത് ഒന്നിച്ച് വാങ്ങുന്നത്. അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവർ അത് അണ്ടർഗ്രൗണ്ടിൽ പൊക്കോളും. അപ്പോൾ അത് വളരെ സജീവമാണ് ഈ കൊടുവള്ളി സംഘവും ചെർപ്പുളശ്ശേരി സംഘവും. അവർ തമ്മിൽ ഫൈറ്റും ഉണ്ട്. അതാണ് രാമനാട്ടുകരയിലെ ആ പ്രശ്നം ഉണ്ടായത്. കാരണം പൊട്ടിച്ചെടുക്കുന്ന സ്വർണം വീണ്ടും പൊട്ടിക്കാൻ വേറെ ഗ്രൂപ്പ് വരും. ഓരോ ഗ്രൂപ്പിലും 5ഉം 10ഉം കാറുകളുണ്ടാവും. ഏതായാലും രാമനാട്ടുകരയിൽ അവർ തമ്മിൽ ഏറ്റുമുട്ടി 5 പേര് കൊന്നു. അതിനകത്ത് അമാന ഗ്രൂപ്പിൽ ഇപ്പം നേരത്തെ ഈ പൊട്ടിക്കൽ സംഘടനത്തിലുണ്ടായിരുന്ന ചരൽ എന്ന് പറഞ്ഞ ആൾ ഇപ്പം പറയണത് അത് ശരിയാണ്. ഞാനത് പലപ്പോഴും ആലോചിച്ചു. ഒരു അപകടത്തിൽ ഒരേ സ്പോട്ടിൽ ഒന്നിച്ച് 6 പേരും മരിച്ചു കിടക്കുകയാണ്. ആ മരണം എന്ന് പറഞ്ഞ് അവർ ഒരു ഇഞ്ചുറി, നമുക്കറിയാം മോട്ടോർ ആക്സിഡൻ്റ് ഇഞ്ചുറി പോലെ അല്ല ആ മരണം. അത് എന്തായാലും പോലീസ് അന്വേഷിക്കണം. അതിൻ്റെ കുറ്റച്ചാർജ് ഇതുവരെ കൊടുത്തിട്ടും ഇല്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവൈലബിൾ അല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൃത്യമായിട്ട് അറിയണം. അത് നേരത്തെ കൊന്നുവെച്ചതാണോ, അല്ലെങ്കിൽ അതിനകത്ത് വേറെ എന്തെങ്കിലും പുതിയ ടെക്നോളജി ഉണ്ടോ,
ഒരു ഗ്രൂപ്പിനെ മൊത്തം നശിപ്പിക്കുന്നതായിട്ടാണ് വരുന്നത്. അപ്പം വളരെ അഡ്വാൻസ്ഡ് ആണ് ആ ക്രിമിനൽ ആക്ടിവിറ്റി കേരളത്തിൽ. അതിൽ എടുത്തോട്ട് പോലീസ് ചെല്ലുന്നില്ല. ഇപ്പോൾ അറിയാമല്ലോ, നമ്മൾ കരിപ്പൂരിൽ നിന്ന് പിടിച്ച സ്വർണം അത് സൊല്യൂഷനായിട്ട് മറ്റ് രൂപമാറ്റം സംഭവിച്ചു വരുന്ന സാധനങ്ങൾ അത് പോലീസ് തന്നെ അത് ഉരുക്കി ഒറിജിനൽ സ്വർണ്ണമാക്കുന്ന, അതാണ് മേജർ PV അൻവറിൻ്റെ ഒരു ആരോപണം. അങ്ങനെ 188ഓളം കേസുകൾ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ മാത്രം എടുത്തിട്ടുണ്ട്. അതേസമയത്ത് ആ പൊട്ടിച്ചെടുക്കുന്ന സ്വർണം അതിന് 90 മുതൽ രൂപഭേദം വരുത്താൻ പാടില്ല. പക്ഷേ പോലീസ് അത് ചെയ്യുകയാണ്. കാരണം അതിനകത്ത് ഒരു 100 ഗ്രാമിൽ നിന്ന് ഒരു 650 ഗ്രാം മാത്രമേ നല്ല സ്വർണ്ണമുള്ളൂ, ബാക്കി പോയി അത് അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ആണെന്ന് പറഞ്ഞ് തള്ളി. അങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും പോലീസിന് അവകാശമില്ല. അവിടെ ഉണ്ണി എന്ന് പറഞ്ഞ ഒരാൾ വെച്ചിരിക്കുന്ന വീട് ഞാനിപ്പോൾ TV കാണിച്ചു കണ്ടു. കാരണം അയാൾ വലിയ അയാളൊരു തട്ടാനാണ്, അയാളൊരു വലിയൊരു പണക്കാരനായിട്ട് മാറിക്കഴിഞ്ഞു. അയാളാണ് ഇത് ഉരുക്കുന്നത്. അപ്പം ആ ഒരു ബിസിനസ്സായിട്ട് ഇത് വളർന്നു കഴിഞ്ഞു. അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ട്, അതിന് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഇത് നടക്കില്ല. പുതിയ BNSൻ്റെ നിയമം അനുസരിച്ച് പോലീസിന് കുറച്ച് കൂടുതൽ അധികാരം കസ്റ്റംസിനെക്കാട്ടിലും ഉണ്ട് ഈ കാര്യത്തിൽ. അതിനകത്ത് കസ്റ്റംസ് ആക്ട് അനുസരിച്ചുള്ള സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വരെയുള്ള പിടിച്ചു കഴിഞ്ഞാൽ കസ്റ്റംസ് അതിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നടപടിയുള്ളൂ, അല്ലെങ്കിൽ ഫൈൻ അടിച്ച് നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ പോലീസിനകത്ത് അതിനകത്ത് റോബറി ഡക്കോയിറ്റി വകുപ്പുകളൊക്കെ വരുമ്പം ജാമ്യം കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ശരിക്കും പണം ഇവിടെ ഒഴുക്കും. 50 കോടി രൂപ ധർമ്മടം പറഞ്ഞ പോലെ 50 കോടി രൂപ വെളിയിൽ നിന്ന് ഇവിടെ കള്ളപ്പണം വന്നിരിക്കുന്നത് കൈക്കൂലിക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അത് തന്നെയല്ല, കേരളത്തിലെ ഇപ്പോഴത്തെ ധാരാളം ചെറുപ്പക്കാർ അതൊക്കെ ചില പാർട്ടിയുടെ പ്രൊട്ടക്ഷനും കൂടെ ചേർക്കുന്നുണ്ട്. അർജുന അയങ്കി CPM കാരനാണ് അല്ലെങ്കിൽ DYFI കാരനാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല. അതിലെ കൂടെ നിൽക്കുന്ന DYFI കാരെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ആ DYFI ചീത്തയാക്കാനും വരുന്നുണ്ട്. അതെല്ലാം വയലൻ്റ് ഗാങ്ങുകളാണ്. കേരളത്തിലെ എല്ലാ ജില്ലയിലും ഈ വയലൻ്റ് ഗാങ്ങുകളുണ്ട്. കാരണം ഇപ്പം ഇവരുടെ ഏരിയ ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, കേരളത്തിൽ വരുന്നതിൻ്റെ കാരണം ഇപ്പം അവിടെ 7 കോടി രൂപ ഗുജറാത്തിൽ നിന്ന് ബോംബെയിലേക്ക് വന്ന അത് നാഷണൽ ഹൈവേ കൂടെ വന്ന അത് തട്ടിയെടുത്തു. ആരാണ്? ചാലക്കുടിക്കാരൻ മലയാളികളാണ്. അവരുടെ സ്കില്ല് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അവർ ഇന്ത്യയിലെ എല്ലാ ഹൈവേയിലും റോബറി നടത്തുന്നതിൽ നല്ലൊരു ശതമാനം മലയാളികളാണ്. പിന്നെ ഇപ്പം നമ്മൾ ഹരിയാനക്കാരെ അത് വേറെ രീതിയിലുള്ള മോഡസ് ഓപ്പറേഷൻ നമ്മൾ കണ്ടു. പക്ഷേ അത് 7 കോടി പിടിച്ചപ്പം അവർക്ക് 8-10 കാറുകളുണ്ടായിരുന്നു. അതിനകത്ത് ചാലക്കുടി പിള്ളേർ മാത്രമല്ല വേറെയുണ്ട്. പക്ഷേ 5 പേരെ ബോംബെ പോലീസ് അവർ ആ നാഷണൽ ഹൈവേയിൽ കുറേ കേരളത്തിലേക്കാണ് വരുന്നതെന്ന് അവർക്ക് മനസ്സിലായി ബ്ലോക്ക് ചെയ്ത് 5 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം ഇത് ഈ സ്വർണത്തിൻ്റെ പോലെ തന്നെ ഒരു തട്ടിപ്പാണ്. ഇവരെല്ലാം സ്വർണത്തിൻ്റെ മേഖലയിലോട്ടും ഇവർ സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ തൃശ്ശൂർ ഞാൻ താങ്കളിലേക്ക് എത്താം. താങ്കൾ 80 പവൻ സമയം കൂടി വേണമെന്ന് തുടരണം. നമുക്കപ്പം